സത്യം പറ, ഇത് പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷ് അല്ലേ? അമ്മ രാജിക്ക് പിന്നാലെ ചർച്ചയായി മല്ലിക സുകുമാരന്റെ കുറിപ്പ്. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ സംഘടനയുടെ നിലപാടുകളെയും മുൻഗണനകളെയും രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന നടി മല്ലിക സുകുമാരൻ പങ്കുവച്ച ഇംഗ്ലീഷ് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. കേരള സർക്കാരിന്റെ പുതിയ ബജറ്റ് തീരുമാനങ്ങളെ മുൻനിർത്തി സിനിമാ മേഖലയുടെ വികസനത്തിനായി അമ്മ എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് മല്ലികയുടെ കുറിപ്പ്. തീർത്തും പ്രൊഫഷണലായും ദീർഘവീക്ഷണത്തോടെയും എഴുതപ്പെട്ട ഈ ഇംഗ്ലീഷ് കുറിപ്പ് മകൻ പൃഥ്വിരാജ് സുകുമാരൻ തയ്യാറാക്കി നൽകിയതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. പൃഥ്വിരാജിന്റെ മുൻകാല അഭിമുഖങ്ങളിലെയും പ്രസ്താവനകളിലെയും അതേ ഗാംഭീര്യവും ഭാഷാശൈലിയും ഈ കുറിപ്പിലും പ്രകടമാണെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സിനിമാ മേഖലയെ ഒരു വ്യവസായമായി കണ്ട് മെച്ചപ്പെടുത്താനുള്ള കൃത്യമായ റോഡ് മാപ്പ് മുന്നോട്ട് വെക്കുന്ന കുറിപ്പിന് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മല്ലിക സുകുമാരൻ ഇംഗ്ലീഷിൽ പങ്കുവച്ച കുറിപ്പിന്റെ പരിഭാഷയാണിത്. അമ്മയ്ക്കൊരു സുവർണ അവസരമുണ്ടായിരുന്നു, പക്ഷേ അത് വളർച്ചയ്ക്ക് പകരം പരദൂഷണമാണ് തിരഞ്ഞെടുത്തത്. മലയാള സിനിമ 75 വർഷമായി കാത്തിരിക്കുന്നതാണ് കേരള സർക്കാർ ഇപ്പോൾ ചെയ്തത്. ബജറ്റ് 2026-27 സിനിമയ്ക്ക് വ്യവസായ പദവി നൽകി. ഇളവ് നിരക്കിൽ ഭൂമി, വ്യവസായ നിരക്കിലുള്ള വൈദ്യുതി താരിഫ്, KSIDC വായ്പകൾ, ഉയർന്ന സബ്സിഡി, സ്ത്രീകൾ നയിക്കുന്ന സിനിമകൾക്ക് അധിക ആനുകൂല്യങ്ങൾ, VFX പാർക്കുകൾ ഇതൊരു ആനുകൂല്യങ്ങളുടെ പട്ടികയല്ല. കേരളത്തെ ഒരു ഫുൾ സ്റ്റാക്ക് ഫിലിം ഹബ്ബായി മാറ്റാനുള്ള ബ്ലൂ പ്രിന്റാണ്. 50,000 തൊഴിലവസരങ്ങളും 5,000 കോടി രൂപയുടെ നിക്ഷേപവുമാണ് ഇതിലൂടെ മുന്നിട്ട് നിൽക്കുന്നത്. മലയാള കലാകാരന്മാരുടെയും ഏറ്റവും വലിയ സംഘടനയായ അമ്മ ഇന്നലെ യോഗം ചേർന്നു. അവിടുത്തെ അജണ്ട ഇതാകണമായിരുന്നു. ഈ ബജറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സ്റ്റുഡിയോകൾ നിർമ്മിക്കാം, വനിതാ സാങ്കേതിക വിദഗ്ധർക്ക് പരിശീലനം നൽകാം, മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ചിത്രീകരണ മാറ്റം എങ്ങനെ തടയാം. പകരം ആ മീറ്റിംഗ് മോശം പെരുമാറ്റങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തിഗത പ്രതിച്ഛായകളെക്കുറിച്ചുമുള്ള പരസ്യമായ തല്ലുകളായി മാറി. ഒരൊറ്റ റോഡ് മാപ്പ് പോലുമില്ല. സ്കിൽ സെന്ററുകളോ VFX പാർക്കുകളോ സ്ഥാപിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ സർക്കാരുമായി പങ്കാളികളാകാം എന്നതിനെക്കുറിച്ച് ഒരൊറ്റ നിർദ്ദേശം പോലുമില്ല. പ്രശ്നം തല്ലുകൂടുന്നതല്ല, പ്രശ്നം മുൻഗണനകളാണ്. ബജറ്റ് എന്ന് വെച്ചാൽ ഘടന, അമ്മ എന്ന് വെച്ചാൽ സംസ്കാരം. സർക്കാർ ഘടന നൽകിക്കഴിഞ്ഞു, ഭൂമി, വൈദ്യുതി, പണം. എന്നാൽ വ്യവസായം മുന്നോട്ടു പോകുന്നത് സംസ്കാരത്തിലാണ്. സ്ത്രീകൾക്കുള്ള സുരക്ഷിതത്വം, പ്രൊഫഷണൽ HR, സുതാര്യമായ കരാറുകൾ, ICC കമ്മിറ്റികളും ഓഡിറ്റ് പ്രക്രിയകളും സ്ഥാപിച്ചെടുക്കുന്നതിന് പകരം അമ്മ പൊതുസ്ഥലത്ത് വ്യക്തിഗത പെരുമാറ്റ ദൂഷ്യ കേസുകളെ ചൊല്ലി വാട്സാപ്പിൽ തല്ലുകൂടുന്നത് തുടരുകയാണെങ്കിൽ കുറഞ്ഞ വൈദ്യുതി നിരക്കുണ്ടെന്ന് കരുതി ഒരു നിർമ്മാതാവും ഇവിടെ 20 കോടി രൂപ റിസ്ക് ചെയ്യില്ല. അതുപോലെ തന്നെ വലിയ താരങ്ങൾ ഇവിടെ മൗനം പാലിക്കുകയാണ്. മോഹൻലാൽ, മമ്മൂട്ടി അവർ സംസാരിക്കുമ്പോൾ സർക്കാർ കേൾക്കും. പുതിയ വ്യവസായ സബ്സിഡി ഉപയോഗിച്ച് വനിതാ എഡിറ്റർമാർക്കും VFX ആർട്ടിസ്റ്റുമാർക്കുമായി അമ്മ 1000 പേർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രം ആരംഭിക്കും എന്നവർ പറഞ്ഞിരുന്നെങ്കിൽ കിൻഫ്ര നാളെ തന്നെ ഭൂമി നൽകുമായിരുന്നു. മൗനമെന്നാൽ ഹൈദരാബാദിനും ചെന്നൈക്കും മുമ്പിൽ നമുക്ക് ലഭിക്കുമായിരുന്ന ആദ്യഘട്ട മേധാവിത്വം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് അർത്ഥം. സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പ്രതീകാത്മക മാത്രമാണ്, സംവിധാനങ്ങളല്ല. സ്ത്രീകൾ നയിക്കുന്ന സിനിമകൾക്ക് ബജറ്റിൽ അധിക സബ്സിഡി നൽകി, അത് വലിയ കാര്യമാണ്. എന്നാൽ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾക്ക് അടിസ്ഥാന അന്തസ്സിന് വേണ്ടി ഇപ്പോഴും അമ്മയ്ക്കുള്ളിൽ പോരാടേണ്ടി വരുന്നു. നിങ്ങളുടെ സ്വന്തം സംഘടന ആഭ്യന്തര തല്ലുകളുടെ പേരിൽ വാർത്തകളിൽ നിറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിനോട് നിങ്ങൾക്ക് പിച്ച് ചെയ്യാൻ കഴിയുന്ന സ്ത്രീ സംവിധായകർക്കുമുള്ള ഇടമാണ് കേരളമെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. വിശ്വാസ്യതയാണ് ആദ്യം വേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കേണ്ടിയിരുന്നത്? ആ മീറ്റിംഗിൽ നിന്ന് അമ്മ 3 തീരുമാനങ്ങളുമായി പുറത്തേക്ക് വരേണ്ടതായിരുന്നു. പുതിയ ഭൂമി, വൈദ്യുതി ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് VFX പാർക്കിനുള്ള നിർദ്ദേശം തയ്യാറാക്കാൻ അമ്മ സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുക. വനിതകൾ നയിക്കുന്ന സിനിമ സബ്സിഡി ഉപയോഗിച്ച് 2 വർഷത്തിനുള്ളിൽ 100 വനിതാ അസിസ്റ്റന്റ് ഡയറക്ടർമാരെയും ക്യാമറ വുമൺമാരെയും സൃഷ്ടിക്കുക. വാട്സപ്പ് തല്ലുകൾക്ക് പകരം ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററോട് കൂടി ലൈംഗിക അതിക്രമ വിരുദ്ധ നയം നടപ്പിലാക്കുക. വ്യവസായ പദവി എന്നത് ഒരു ട്രോഫിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ഭൂമിയും വായ്പയും നൽകിക്കൊണ്ട് മാത്രം സംസ്കാരം മാറില്ല. നേതാക്കന്മാർക്ക് അത് മാറ്റാൻ കഴിയൂ. കേരളം സിനിമയ്ക്ക് ഫാക്ടറിയുടെയും താക്കോൽ നൽകി. അമ്മ ഇപ്പോഴും പാർക്കിംഗ് ലോട്ടറിലിരുന്ന് തർക്കുകയാണ്. ഇതൊക്കെയാണ് പൃഥ്വിരാജ് സുകുമാരൻ മല്ലിക സുകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഉന്നയിച്ച വാദങ്ങൾ. ഇതിൻ മൂലം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, പൃഥ്വിരാജ് സുകുമാരനും അമ്മ എന്ന സംഘടന വിടുകയാണ്. ഈ പൃഥ്വിരാജ് സുകുമാരൻ അമ്മ എന്ന സംഘടന വിടുന്നത് മറ്റാരെയും പേടിച്ചിട്ടില്ല, ജനപ്രിയ നായകൻ ദിലീപിനെ പേടിച്ചിട്ടാണ്.
ദിലീപ് അമ്മ എന്ന സംഘടനയിലേക്ക് വരുന്നു എന്ന വാർത്ത വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് പൃഥ്വിരാജ് സുകുമാരന്റെ ഈ വാക്കുകൾ. അമ്മ എന്ന സംഘടന പൃഥ്വിരാജിന്റെ ഈ വാക്കുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു പേരിന് അദ്ദേഹം രാജിവെക്കാൻ സൂചനയുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല കാരണം. മറ്റു ചിലരെ പേടിക്കുന്നു, ഒതുക്കിയ മറ്റു ചിലർ പൊങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കി പിരിഞ്ഞു പോകാനായിരിക്കണം പൃഥ്വിരാജ് സുകുമാരന്റെ തീരുമാനങ്ങൾ.